ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഹൃദ്യമായ സ്വാഗതം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇത്ര സൗണ്ട് ഉള്ളൂ? ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പെൺകുട്ടികൾ തന്നെയൊന്ന് പറഞ്ഞു, ആർക്കും ഒത്തിരി സൗണ്ട് നോക്കട്ടെ. പെൺകുട്ടികൾ തന്നെയൊന്ന് പറഞ്ഞു മിടുക്കരാട്ടോ. ആൺകുട്ടികൾ തന്നെ ഒന്ന് പറഞ്ഞേ. ആൺകുട്ടികൾക്കാട്ടോ സൗണ്ട് കൂടുതൽ. ഇനി എല്ലാവരും കൂടെ ഒന്നിച്ചൊന്ന് പറഞ്ഞേ. നല്ല സൗണ്ട്, നല്ല സുന്ദര കുട്ടികൾ. എല്ലാവരുടെ മുഖത്ത് നല്ല പ്രകാശമുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളും ഫലങ്ങളും കൊണ്ട് നിറഞ്ഞത് കൊണ്ടായിരിക്കാം മുഖത്തേക്ക് തിരിഞ്ഞ് നോക്കത്തില്ല, പ്രകാശം ഇങ്ങോട്ട് അടിക്കുക. ഇന്നത്തെ എപ്പിസോഡിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമുക്കൊരു ചെറിയ ഗെയിം കളിച്ചാലോ? ഗെയിം എല്ലാവർക്കും ഇഷ്ടമല്ലേ? അപ്പോൾ ഗെയിം കളിക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം. ആ ഗെയിമിൽ സിസ്റ്റർ ഇന്ന് ഈ എപ്പിസോഡിൽ ഹാൻഡിൽ ചെയ്യാൻ പോകുന്ന തീം ഒളിഞ്ഞിരിപ്പുണ്ട്. അതാരാണ് കണ്ടുപിടിക്കുന്നതെന്നാണ് സിസ്റ്റർ നോക്കുന്നത്. എല്ലാവരും ശ്രദ്ധയോട് കൂടിയിരിക്കണം. ഈശോ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്നു അല്ലേ? നമുക്ക് വളരേണ്ട ഈശോയെ പോലെ. തീർച്ചയായും ഒരു ചെറിയ ഗെയിമിലൂടെ ആത്മനിയന്ത്രണത്തിൻ്റെ വലിയ പാഠങ്ങളിലേക്ക് നമുക്കൊന്ന് ഊളിയിട്ട് ഇറങ്ങിയാലോ? ഈ ഗെയിം കളിക്കാൻ വേണ്ടി എനിക്ക് 2 ആൺകുട്ടികളെയും 2 പെൺകുട്ടികളെയും ആവശ്യമുണ്ട്. ഓക്കെ, 2 സെറ്റ് ക്ലാസ്സുകളുണ്ട്. ഈ ഒരു സെറ്റ് ആൺകുട്ടികൾക്ക്, ഈ സെറ്റ് പെൺകുട്ടികൾക്ക്. അപ്പോൾ ഇതുകൊണ്ട് ഏറ്റവും ആദ്യം പിരമിഡ് ഉണ്ടാക്കുന്നു അവരാണ് വിജയി. ശ്രദ്ധിക്കണം, സൂക്ഷിച്ച് ചെയ്യണം. അപ്പോൾ ഇവരിത് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അവരെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് സൂക്ഷ്മതയോടെ നോക്കി, എന്തെങ്കിലും തെറ്റ് വരുത്തുന്നുണ്ടോ, ആരാണ് ആദ്യം ചെയ്യുന്നതെന്ന് ശ്രദ്ധിച്ച് നോക്കി ഇരിക്കണം. ഓക്കെ, നമുക്ക് തുടങ്ങാം. ഓക്കെ, റെഡി? 1 2 3 സ്റ്റാർട്ട്. ആദ്യം ആരാ കംപ്ലീറ്റ് ചെയ്തേ? ബോയ്സ്. നിങ്ങളിവിടെ ശ്രദ്ധിച്ചായിരുന്നോ എന്താ പറ്റിയെന്ന്? ആരാ ശ്രദ്ധിച്ചേ? എന്തിട്ടാ കണ്ട നിങ്ങൾ? ഒന്നും കണ്ടില്ലേ? ശ്രദ്ധിച്ചില്ലേ? എന്താ സംഭവിച്ചേ? പറഞ്ഞു. ശ്രദ്ധ കുറവ് കൊണ്ട് അവളെ ഗ്ലാസ് താഴെ വീണിപ്പെട്ടു. ഓക്കെ, പെൺകുട്ടികളായിരുന്നു കംപ്ലീറ്റ് ചെയ്യാൻ. അങ്ങ് തുടങ്ങിയപ്പോഴത്തേനും ക്രിസ്റ്റീനയുടെ കൈ അറിയാതെ തട്ടി ഗ്ലാസ് താഴെ പോയി. അതല്ലേ സംഭവിച്ചേ? പക്ഷേ എങ്ങനെയാണേലും അവർ കംപ്ലീറ്റ് ചെയ്തു. ആദ്യം കംപ്ലീറ്റ് ചെയ്ത് അലനും ജോണും, അവർക്ക് കൈയടി കൊടുക്കാം. പക്ഷേ സ്പെഷ്യൽ ക്ലാപ്പ് ആർക്ക്? ക്രിസ്റ്റീനയ്ക്കും ജാസ്മിനും. അതിനിടയ്ക്ക് അവരൊന്ന് പരാജയപ്പെട്ടു പോയെങ്കിൽ അതിനൊക്കെ അവർ മേക്കപ്പ് ചെയ്ത് നല്ല മനോഹരമായ 2 പിരമിഡുകൾ റെഡിയായി. ശരിയല്ലേ? ഒക്കെ പോയിരിക്കും. ഗെയിം എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലതായിരുന്നു. നല്ല ഗെയിമായിരുന്നു. ഇഷ്ടപ്പെട്ടോ? ആദ്യം ഗെയിം കളിക്കാൻ വന്ന 2 ബോയ്സ്, അലനും ജോണും. എന്ത് തോന്നുന്നു അലൻ? പെൺകുട്ടികളെ തോപ്പിക്കണമെന്നുണ്ടായിരുന്നു. പെൺകുട്ടികളെ തോപ്പിക്കണമെന്നുണ്ടായിരുന്നു, തോപ്പിച്ചു. അതായിരുന്നു അവൻ്റെ ലക്ഷ്യം. പെൺകുട്ടികളെ തോപ്പിക്കണമെന്നുണ്ടായിരുന്നു, തോപ്പിച്ചു, അവൻ ലക്ഷ്യം നേടി. അടുത്ത ആളാരായിരുന്നു? ഓക്കെ, ജോണിന് എന്ത് തോന്നുന്നു? നന്നായി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, നന്നായി ചെയ്യാൻ പറ്റി. നന്നായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നുള്ളൂ, നന്നായിട്ട് ചെയ്തു, വിജയം നേടി. അലന് പെൺകുട്ടികളെ തോപ്പിക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ, അലനും അത് ചെയ്തു. 2 ബോയ്സും നന്നായിട്ട് പെർഫോം ചെയ്തു. നല്ല ശ്രദ്ധയോടുകൂടി ചെയ്യുന്നത് കൊണ്ട് അവർക്ക് പിരമിഡ് പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. പക്ഷേ പെൺകുട്ടികൾക്ക് എന്ത് പറ്റി? ആദ്യമൊക്കെ സ്പീഡിൽ ചെയ്തു വന്നതാ, പക്ഷെ എൻ്റെ കൈ അറിയാതെ തട്ടി ഗ്ലാസ് പിരമിഡ് കൊളായി. എൻ്റെ കൈ അറിയാതെ തട്ടി ഗ്ലാസ് പിരമിഡ് കുളമായി. ആ ഗ്ലാസ് പിരമിഡ് കുളമായപ്പോൾ ജാസ്മിൻ എന്ത് തോന്നി? കാരണം നിങ്ങൾ 2 പേരും കൂടിയാണല്ലോ ചെയ്തേ. ക്രിസ്റ്റീനയ്ക്കിട്ട് 2 പൊട്ടിക്കാൻ തോന്നിയോ? ഇല്ല സിസ്റ്റർ, അവളുടെ മാക്സിമം ട്രൈ ചെയ്തില്ലേ, പക്ഷെ ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്തു. അത് ഗെയിമിൽ നന്നായിട്ടുണ്ട്. ദേഷ്യമൊന്നും തോന്നിയില്ല? ഇല്ല, ചെറുതായിട്ട് തോന്നി, പക്ഷെ ഗെയിം കംപ്ലീറ്റ് ചെറുതായിട്ട് തോന്നി. ആൺകുട്ടികൾ ജയിച്ചില്ലോ എന്ന് തോന്നി, പുള്ളിൻ്റെ ഉള്ളൊരു വിഷമം. എന്നാലും ക്രിസ്റ്റീനെ സപ്പോർട്ട് ചെയ്തു. ക്രിസ്റ്റീനോട് പൊട്ടിത്തെറിച്ചില്ല. എന്നാൽ നീ എന്തിട്ട് പണിയെ ചെയ്ത്, നമ്മളെല്ലാവരും ജയിക്കണ്ടേ. എന്നാൽ ആരെങ്കിലും പ്രതികരിക്കുന്നത് കണ്ടോ? ഇവിടെ ജാസ്മിൻ അങ്ങനെ പ്രതികരിക്കുന്ന നിങ്ങൾ ആരെങ്കിലും കണ്ടോ? ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? സെൽഫ് കൺട്രോൾ ഉണ്ടായിരുന്നു. ജീവിത വിജയത്തിന് ആത്മനിയന്ത്രണം എത്രമാത്രം പ്രാധാന്യം അർഹിക്കുന്നതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ നാം അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാറില്ല എന്നാണ് സത്യം. ഇന്നത്തെ എപ്പിസോഡിൽ സിസ്റ്റർ ബിൻസിയുടെ ക്ലാസ്സിലൂടെ ആത്മനിയന്ത്രണം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കിയാലോ?
എന്നിട്ട് ഈ സാധനം സെൽഫ് കൺട്രോൾ എടുക്കലായിട്ടുണ്ട് കേട്ടോ. സെൽഫ് കൺട്രോളിന്റെ മലയാളം വേർഷനാണ് എന്ത്? ആത്മനിയന്ത്രണം. എന്നിട്ടാ ഈ ആത്മനിയന്ത്രണം എന്ന് പറഞ്ഞാൽ നമ്മളെ തന്നെ നിയന്ത്രിക്കാനുള്ള ഒരു കഴിവ്. എളുപ്പാ? അല്ല. എൻ്റെ ഒരു ഒറ്റ നോട്ടം മതി നിങ്ങളെല്ലാവരും കൺട്രോൾ ചെയ്യാൻ പറ്റും. ശരിയാണോ? സിസ്റ്റർ സ്കൂളിലൊക്കെ പഠിപ്പിക്കുമ്പോൾ സിസ്റ്റർ കണ്ടിട്ടുള്ളൊരു അത്ഭുത പ്രതിഭാസമുണ്ട്. ഇങ്ങനെ എല്ലാവരും ഭയങ്കര, പ്രത്യേകിച്ച് ആൺകുട്ടികളൊക്കെ അടി കൂടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ക്ലാസ് റൂമിൽ ഭയങ്കര ബഹളമാണെങ്കിൽ സിസ്റ്റർ ഇങ്ങനെ പതുക്കെ പാസ് ചെയ്ത് പോകുമ്പോൾ അവിടുന്ന് എന്നെ ആദ്യമായിട്ട് കാണുന്ന ഒരു ആൺകുട്ടിയോ പെൺകുട്ടിയോ പറയും, എന്താ ഇതിനർത്ഥം എന്നറിയോ? സിസ്റ്റർ വരുന്നുണ്ട്, ടേക്ക് കെയർ. ഒരു നിമിഷം ശ്മശാന മൂകത ക്ലാസ്സിൽ. പക്ഷേ എന്താ ഇതിനർത്ഥം? സിസ്റ്റർ ബിൻസിക്ക് കുട്ടികളെ കൺട്രോൾ ചെയ്യാൻ സിസ്റ്ററിൻ്റെ ഒരു നോട്ടം മാത്രം മതി, അല്ലെങ്കിൽ സിസ്റ്ററിൻ്റെ ഡ്രസ്സ് മാത്രം മതി. സിസ്റ്ററിൻ്റെ ഡ്രസ്സ് കണ്ടാൽ ഓട്ടോമാറ്റിക്കലി കുട്ടികളൊക്കെ കൺട്രോൾഡ് ആവും. പക്ഷേ സിസ്റ്ററിനെ തന്നെ കൺട്രോൾ ചെയ്യാൻ അത്ര എളുപ്പമാണോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ കൺട്രോൾ ചെയ്യാൻ എളുപ്പമാണോ? സമ്മതിച്ചോ? ആര് പറഞ്ഞു എളുപ്പമല്ലെന്ന്? ആരെ പറഞ്ഞു എളുപ്പമല്ലെന്ന്? എപ്പോഴും നിങ്ങൾ പറയുന്ന ഒരു കൊട്ടേഷനിൽ നത്തിങ് ഈസ് ഇമ്പോസിബിൾ ഇൻ ദിസ് വേൾഡ്, നിങ്ങൾ തന്നെ പറയാണ് പറ്റില്ല, നമ്മളെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. പറ്റില്ല? എൻ്റെ സംശയമാണ്. പ്രാക്ടീസ് ചെയ്താൽ സെൽഫ് കൺട്രോൾ ഉണ്ടാകും. സിസ്റ്റർ ഏതോ ഒരു പുസ്തകത്തിൽ വായിച്ചു, സെൽഫ് കൺട്രോൾ ഈസ് നോട്ട് എ ഗിഫ്റ്റ് ഓഫ് ഗാഡ്. എന്താ അതിനർത്ഥം? സെൽഫ് കൺട്രോൾ ദൈവം വെറുതെ സമ്മാനമായിട്ട് നമുക്ക് തരുന്ന ഒന്നല്ല, പിന്നെയോ നമ്മുടെ ഹാർഡ് വർക്കിലൂടെ നമ്മൾ സ്വന്തമാക്കി എടുക്കേണ്ട ഒരു ഗുണമാണ് സെൽഫ് കൺട്രോൾ. എന്തിലൂടെ? ഹാർഡ് വർക്ക്. എന്താ ഹാർഡ് വർക്ക് എന്ന് പറഞ്ഞാൽ? നന്നായിട്ട് അധ്വാനിച്ചാൽ മാത്രമേ നമ്മളെ തന്നെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് പറ്റുള്ളൂ. നമുക്ക് സെൽഫ് കൺട്രോൾ ഉണ്ടോ എന്നറിയാൻ ഒരു ചെറിയ ഉദാഹരണം പറയാം. ഓക്കെ, നാളെ സിസ്റ്റർ ബിൻസിയുടെ ഇംഗ്ലീഷ് എക്സാമാണ്. നിങ്ങളിങ്ങനെ സീരിയസ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ വീട്ടിലേക്ക് നമ്മുടെ ഫ്രണ്ട്സൊക്കെ വന്നിട്ട് പറഞ്ഞു, എടാ നല്ലൊരു മൂവി, ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് നല്ല മൂവി അത് ഇഷ്ക്, എടാ ഞങ്ങളെയൊക്കെ കാണാൻ പോവാം, നീ വരണുണ്ടോ? അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കി നമുക്ക് നല്ല സെൽഫ് കൺട്രോൾ ഉള്ളൊരു കുട്ടിയാണെങ്കിൽ ഇംഗ്ലീഷ് പുസ്തകം അവിടെ അടച്ചു വെച്ചിട്ട് കൂട്ടുകാരുടെ കൂടെ നമ്മൾ മൂവിക്ക് പോകും. സെൽഫ് കൺട്രോൾ ഉള്ള കുട്ടിയാണെങ്കിൽ. സെൽഫ് കൺട്രോൾ ഇല്ലാത്ത കുട്ടിയാണെങ്കിൽ അവിടെ ഇരുന്ന് ഇംഗ്ലീഷ് നന്നായി പഠിച്ച് നല്ല മാർക്ക് മേടിക്കും. ഏതാ ശരി? രണ്ടും തെറ്റ്. അപ്പം അത് ശരിക്കും പറഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്? സെൽഫ് കൺട്രോൾ ഉള്ള ഒരു കുട്ടിയാണെങ്കിൽ ബുക്ക് അടച്ചു വെക്കാതെ നന്നായി പഠിച്ച് നല്ല മാർക്ക് മേടിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കും. അപ്പോൾ സെൽഫ് കൺട്രോൾ ഉണ്ടെങ്കിൽ നമുക്ക് നോ പറയേണ്ടടുത്ത് നോ പറയാനും യെസ് പറയേണ്ടടുത്ത് യെസ് പറയാനും നമുക്ക് സാധിക്കണം. ഓക്കെ, നമ്മൾ മഹാന്മാരുടെ ജീവിതത്തിലേക്ക് അങ്ങനെ തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ കുറച്ച് മഹാന്മാരുടെ പേര് പറഞ്ഞു. മഹാത്മാഗാന്ധി, വെരി ഗുഡ്. മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു, APJ അബ്ദുൽ കലാം, മരിയ ഗോരത്തി, മദർ തെരേസ, ഇങ്ങനെയുള്ളവരുടെ വിശുദ്ധരായ ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു നോക്കുകയാണെങ്കിൽ അവരൊക്കെ ജീവിതത്തിൽ മഹാന്മാരായി തീർന്നത് എങ്ങനെയാണ്? കസേരയിട്ട് വീട്ടിൽ കുത്തിയിരുന്ന് ടി വിയും കണ്ട് മൊബൈലും കണ്ട് വാട്സപ്പും നോക്കി ഇങ്ങനെ നോക്കിയിട്ടാണോ ജീവിതത്തിൽ അവർ വലിയ വിജയം കൈവരിച്ചത്? അല്ല. അവർക്കറിയാമായിരുന്നു ജീവിതത്തിൽ എങ്ങനെ വേണ്ടാത്ത കാര്യങ്ങളിൽ ഇടപെടാതെ, അതായത് സെൽഫ് കൺട്രോളിലൂടെ ജീവിത വിജയം കൈവരിക്കാൻ എങ്ങനെ സാധിക്കുമെന്ന് ആർക്കറിയാമായിരുന്നു? ഗ്രേറ്റ് പേഴ്സണാലിറ്റീസ് എന്ന് പറഞ്ഞു. അവരുടെയൊക്കെ ജീവിത മാതൃക നമുക്ക് നൽകുന്നത് എങ്ങനെയാണ്? എന്താ നമുക്ക് നൽകുന്ന മാതൃക? നമ്മൾ വിചാരിച്ച നടക്കാതായിട്ട് ഈ ലോകത്തിൽ ഒന്നുമില്ല. അതായത് ഈ വാട്സപ്പിലൂടെയും ഫേസ്ബുക്കൊക്കെ നല്ലതാണ്. സോഷ്യൽ മീഡിയ നല്ലതാണോ? നല്ലതാണ്. പക്ഷേ അത് നല്ലതോ ചീത്തയോ ആകുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന രീതിയായി. ഇപ്പോൾ സൂസൻ വളരെ മനോഹരമായിട്ട് സെൽഫ് കൺട്രോൾ ഇല്ലാതെ വന്നാൽ ഒരു കുട്ടിയുടെ ജീവിതം എങ്ങനെ നശിച്ച് ഇല്ലാതായിത്തീരുമെന്ന് തൻ്റെ മോണാക്റ്റിലൂടെ അതിമനോഹരമായിട്ട് ഇവിടെ അവതരിപ്പിക്കും. ഓക്കെ, നമുക്ക് സൂസനെ വെൽക്കം ചെയ്താലോ? ഒന്ന് കൈയ്യടി. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആത്മനിയന്ത്രണം ജീവിത വിജയത്തിന് അനിവാര്യമായ ഒരു മന്ത്രമാണ്. ചിലപ്പോൾ യുവാക്കന്മാർ ഏറ്റവും കൂടുതൽ കേട്ട് മടുത്തിട്ടുള്ള ഒരു പദം കൂടിയാകാം. ശരി, ആത്മനിയന്ത്രണം അമ്മു എന്ന കുട്ടിയുടെ ജീവിതത്തിൽ എത്രത്തോളം അനിവാര്യമായിരുന്നു എന്ന് ഒരു കൊച്ചു മോണാക്റ്റിലൂടെ നമുക്ക് കണ്ടു നോക്കാം. What are the features of gravitational force? It is always attractive.
It is always attractive. It is always attractive. It is always attractive. അമ്മോ, പ്രാർത്ഥന എത്തിക്കാൻ വാ. ദാ വരുന്നു അമ്മേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിലെ പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അമ്മോ, വാ ഭക്ഷണം കഴിക്കാം. ഇന്നത്തെ സാമ്പാർ നല്ല രസമുണ്ടമ്മേ. അമ്മോ, ഇങ്ങോട്ട് വായോ. എന്താ അച്ഛാ? മോളുടെ ടീച്ചറെ ഞാനിന്ന് കണ്ടിരുന്നു. മോൾ ക്ലാസ്സിൽ ഫസ്റ്റ് ആണല്ലേ? ഏറ്റവും മിടുക്കിയാണ് മോള് ക്ലാസ്സിൽ. ഇത് അച്ഛൻ്റെ ഒരു ചെറിയ സമ്മാനം. അച്ഛാ, മൊബൈൽ ഫോൺ! എനിക്കിത് ഭയങ്കര ഇഷ്ടമായി അച്ഛാ. മോളെ, പക്ഷെ സൂക്ഷിച്ചു ഉപയോഗിക്കണം. അതെനിക്കറിയാം അച്ഛാ. ഓ, എന്തോരം കാര്യങ്ങളാ. ദിവസങ്ങൾക്ക് ശേഷം അമ്മോ, പ്രാർത്ഥന എത്തിക്കാൻ വാ. അമ്മ, എന്റെ പഠിച്ചു കഴിഞ്ഞിട്ടില്ല. ശരി, നീ പഠിച്ചോ. അമ്മു, ഭക്ഷണം കഴിക്കാൻ വരുന്നില്ലേ? ശരി, ഇത് താ. അമ്മു, ഭക്ഷണം കഴിക്കുമ്പോഴെങ്കിലും ഈ മൊബൈൽ ഒന്ന് നിർത്തി വെച്ചൂടെ? മൊബൈൽ ഒന്നും നിർത്തി വെക്കാൻ പറ്റില്ല. വേണമെങ്കിൽ ഭക്ഷണം നിർത്തി വെക്കാം. എന്ത് പറ്റി ഇവൾക്ക്? ഇതുവരെ ഒരു കുഴപ്പമില്ലാതായിരുന്നല്ലോ. ഇപ്പൊ ഞങ്ങൾ പറയുന്നൊന്നും അനുസരിക്കുന്നുമില്ല. ശേഷം സ്കൂളിൽ ടിങ് 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 ടിങ്. ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. എല്ലാവരും പുസ്തകം എടുക്കൂ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മലയാള സാഹിത്യത്തെ കുറിച്ചാണ്. മിസ് തുടങ്ങി. ഞാൻ കുറച്ചു നേരം ചാറ്റ് ചെയ്യാൻ പോവാ. അമ്മോ, ഞാൻ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം പറയൂ. ചോദ്യം ഞാൻ കേട്ടില്ല ടീച്ചർ. അമ്മോ, നീ മുന്നിങ്ങനെ ആയിരുന്നില്ലല്ലോ. ക്ലാസ്സിൽ ഏറ്റവും നന്നായി ശ്രദ്ധിക്കുന്ന കുട്ടി. ഇപ്പൊ നീ എന്താ ഇങ്ങനെ? അത് ടീച്ചർക്ക് തോന്നിയതാവും. നാളെ പാരന്റ്സിനെയും കൊണ്ടുവന്ന് ക്ലാസ്സിൽ കയറിയാ മതി. ടീച്ചർ, ഞാൻ അമ്മുവിന്റെ അമ്മ വരാൻ പറഞ്ഞിരുന്നു. ഓ, നിങ്ങളാണോ അമ്മുവിന്റെ അമ്മ? എന്താ ഈയിടെയായിട്ട് അവളുടെ സ്വഭാവത്തിനൊക്കെ ഒരു മാറ്റം? ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നില്ല, പഠിക്കുന്നില്ല, ഹോംവർക്ക് ചെയ്യുന്നില്ല. ഞാനും ശ്രദ്ധിച്ചിരുന്നു മിസ്. ഈ ഇടയായിട്ട് അവളുടെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും വളരെയധികം മാറ്റം. എന്തായാലും ഒന്ന് ശ്രദ്ധിക്കണത് നല്ലതാ. ശരി ടീച്ചർ. അമ്മോ, ഇങ്ങോട്ട് വാ. എൻ്റെ അമ്മ, ഇതുവരെ ഞാൻ നിന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടില്ല. പക്ഷെ ഇപ്പൊ പറയാണ്ടിരിക്കാൻ പറ്റണില്ല. അതിപ്പോ എന്താ അമ്മ? പോയിരുന്ന് പഠിക്കണേ. ഏത് നേരം മൊബൈലിൽ കുത്തിയിരുന്നോളും. 2 അക്ഷരം പഠിച്ചെന്ന് വെച്ച് അമ്മയ്ക്ക് എന്താ? ഞാൻ പഠിച്ചോളാം. ഷോ ദേ അമ്മു, കളിയല്ല, നിന്റെ പരീക്ഷ വരാൻ പോകുന്നേ.
അതൊക്കെ എനിക്കറിയാം. ഇതിന് മാത്രം എന്തുള്ള ഇതിന്റെ ഉള്ളില്? അമ്മയ്ക്ക് അതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇതിന്റെ ഉള്ളിൽ വാട്സാപ്പ് ഉണ്ട്, ഫേസ്ബുക്ക് ഉണ്ട്, യൂട്യൂബ് ഉണ്ട്. ഒന്ന് പോയേ. ആരേ വിളിക്കുന്നേ? ഹലോ ഹലോ, ഞാൻ ചിഞ്ചുവാ. ആ പറ ചിഞ്ചു. നിന്റെ പഠിച്ചു കഴിഞ്ഞോ അമ്മു? എന്ത് പഠിച്ചു കഴിഞ്ഞോന്ന്? ഹോംവർക്ക് അല്ലേ, അതിപ്പോ സാരമൊന്നുമില്ല. ഹോംവർക്ക് അല്ല, നാളെ നമ്മുടെ ഹാഫ് ഇയർലി ഫിസിക്സ് എക്സാം. എന്ത് ഫിസിക്സോ? നാളെയോ? പറ്റിക്കാണ്ട് പോടി, എനിക്ക് വേറെ പണിയൊക്കെ ഉണ്ട്. പറ്റിക്കാനല്ല കാര്യായിട്ടാ, നാളെ നമ്മുടെ ഫിസിക്സ് എക്സാം. ഓ, നീ എന്നോട് കാലത്ത് പറഞ്ഞത് അത് ശരിക്കുള്ളതാ? ദൈവമേ, ഐ എം സോറി, ഞാൻ മറന്നുപോയി. എന്നോട് സോറി പറഞ്ഞിട്ട് എന്താ കാര്യം? പോയി പഠിക്കാമോ? ശരി ശരി. എന്തത്? ന്യൂട്ടനോ? ഗ്രാവിറ്റിയോ? എന്റെ ദൈവമേ, മര്യാദക്ക മിസ് ക്ലാസ്സിലെടുത്തപ്പോ ശ്രദ്ധിച്ചിരുന്നാ മതിയായിരുന്നു. ആ നേരത്ത് മൊബൈലിലും കുത്തിയിരുന്നിട്ട് എന്നിട്ട് ചെയ്യാ. പരീക്ഷ കഴിഞ്ഞു, റിസൾട്ട് വരുന്ന ദിവസം. ടീച്ചർ, ഞാൻ അമ്മുവിന്റെ അമ്മ. ഓ, അമ്മുവിന്റെ പരീക്ഷയെ കുറിച്ചൊക്കെ വല്ല അറിവുണ്ടോ? ഞാൻ ചോദിച്ചിരുന്നു. അവള് പറഞ്ഞു ഇപ്പൊ പരീക്ഷയൊന്നും ഇല്ലാന്ന്. ഓ, എന്നാ പരീക്ഷ ഉണ്ടായിരുന്നു, ഹാഫ് ഇയർലി ഫിസിക്സിൽ. നിങ്ങളുടെ മകൾ എന്താണ് ടീച്ചർ? ഫിസിക്സ് അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയമാണ്. അതിലവൾ നല്ല മാർക്ക് വാങ്ങിക്കോളും. എന്നാ ഇപ്രാവശ്യം ഫിസിക്സിൽ അവൾ തോറ്റു. എന്ത്? തോറ്റുന്നോ? ഫിസിക്സിലോ? അതെ. സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല, ഞാൻ അന്ന് പറഞ്ഞതല്ലേ അവളുടെ പോക്ക് ശരിയല്ലാന്ന്. ശേഷം വീട്ടിൽ. അമ്മു, ഇങ്ങോട്ട് വാ. എന്തമ്മേ, നിന്റെ പരീക്ഷയൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? പരീക്ഷയോ? അതമ്മ ഇങ്ങനെ അറിഞ്ഞേ? അതൊക്കെ ഞാൻ അറിഞ്ഞു. നിന്റെ മിസ്സിനെ ഒന്ന് കണ്ടിരുന്നു. ഓ, പരീക്ഷ കുഴപ്പമുണ്ടായില്ല. ഫിസിക്സോ? ഫിസിക്സില് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫിസിക്സില് ഞാൻ തോറ്റു. അമ്മ ചീത്ത പറയല്ലേ, എന്നെ ചീത്ത പറയല്ലേ. ഞാൻ പറയാം, ഞാൻ ക്ലാസ് എടുക്കുമ്പോ ക്ലാസ്സിൽ ശ്രദ്ധിക്കാറില്ല. ഏത് നേരം മൊബൈലിലായിരുന്നു. ഞാൻ എന്നെ തന്നെ നിയന്ത്രിക്കണമായിരുന്നു. അമ്മ, ഐ എം സോറി. ഞാൻ അടുത്ത പ്രാവശ്യം നല്ല മാർക്ക് വാങ്ങിക്കോളാം. എന്നെ അടിക്കല്ല പ്ലീസ് പ്ലീസ്. ശരി മോളു, എനിക്കറിയാം ഇപ്രാവശ്യം ഇങ്ങനെ പോട്ടെ. അടുത്ത പ്രാവശ്യം നമുക്ക് ശരിയാക്കാം. ഈ മൊബൈൽ അമ്മ വെച്ചോ, എനിക്കിത് വേണ്ട. സാരില്ലമ്മു, നീ കയ്യിൽ വെച്ചോ. വേണ്ട അമ്മേ, എനിക്ക് പ്രായത്തിൽ അത് ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. അമ്മ അത് വെച്ചോ. അമ്മു, നീ പറഞ്ഞത് ശരിയാ. നിനക്ക് മനസ്സിലായില്ലേ? ആത്മനിയന്ത്രണം ജീവിത വിജയത്തിന് അനിവാര്യമാണ്. അതില്ലെങ്കിൽ നമുക്കൊരിക്കലും വിജയിക്കാൻ കഴിയില്ല. എന്തായാലും ഈ അനുഭവം നിന്റെ ജീവിതത്തിൽ ഒരു വലിയ പാഠമായിരിക്കും. കൂട്ടുകാരെ, ആത്മനിയന്ത്രണം ജീവിത വിജയത്തിന് അനിവാര്യമായ ഒരു മന്ത്രമാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. എങ്ങനെയുണ്ടായിരുന്നു സൂസിന്റെ മോണായിട്ട്? നന്നായിട്ട് ചെയ്തില്ലേ? ഒരു നല്ല കൈയ്യടി കൊടുത്ത്. സൂപ്പറായിരുന്നു കേട്ടോ. ആത്മനിയന്ത്രണം ഇല്ലെങ്കിൽ
നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുമെന്നാ സൂസൻ മോണാക്റ്റിലൂടെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നെ? നമ്മുടെ ജീവിതം ദൈവം നമുക്ക് നൽകിയ ഏറ്റവും വലിയ സമ്മാനമാണ് നമ്മുടെ ജീവിതം. അത് നശിപ്പിക്കാനുള്ളതാണോ? ഈ വാട്സപ്പോ ഈ ഫേസ്ബുക്ക് ട്വിറ്റർ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നല്ലതാണ്. പക്ഷേ അത് എങ്ങനെ യൂസ് ചെയ്യണമെന്ന് നമ്മൾ അറിഞ്ഞില്ലെങ്കിൽ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ജീവിതം പതുക്കെ പതുക്കെ നശിച്ച് ഇല്ലാതാവും. അതുകൊണ്ട് നമ്മുടെ ജീവിതം നശിപ്പിക്കാനുള്ളത് കർത്താവിന് വേണ്ടി കത്തി ജ്വലിക്കാനുള്ള ജീവിതമാണ് നമ്മുടെ ഓരോരുത്തരുടെയും. ഓക്കെ, നിങ്ങളെല്ലാവരും ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്ന കുട്ടികളല്ലേ? ഈ റോബർട്ട് ഫ്രോസ്റ്റിൻ്റെ ഒരു പോയട്രി പഠിച്ചിട്ടുണ്ടോ? ഒരു പോയം സ്റ്റോപ്പിംഗ് ബൈ ദ വുഡ്സ് ഓൺ എ സ്നോയി ഈവനിങ് പഠിച്ചിട്ടുണ്ടോ? ഒരു വളരെ മനോഹരമായ ഒരു സായം സന്ധ്യയിൽ റോബർട്ട് ഫ്രോസ്റ്റ് വളരെ മനോഹരമായ ഒരു കാട്ടിലൂടെ നടന്നു പോവുകയായിരുന്നു. ആ കാടിൻ്റെ പ്രത്യേകത എന്തായിരുന്നു? മുഴുവനും മഞ്ഞ് വീണ് ഇങ്ങനെ അത്രയും മനോഹരമായ കാഴ്ച. അപ്പോൾ ഇവന് നടന്നു പോകുന്ന റോബർട്ട് ഫ്രോസ്റ്റ് അറിയാതെ തന്നെ ആ വനത്തിൻ്റെ മനോഹാരിത കണ്ട് എല്ലാം മറന്നിങ്ങനെ നോക്കി നിൽക്കുകയാണ്. പക്ഷേ ആ പോയത്തിൻ്റെ കൺക്ലൂഡിങ് ലൈൻസിൽ പോയിട്ട് പറഞ്ഞു വെക്കുന്ന വളരെ മനോഹരമായ ലോകപ്രശസ്തമായ 2 ലൈൻസ് ഉണ്ട്. കൺക്ലൂഡിങ് ലൈൻസ് ഓഫ് ദ പോയം സ്റ്റോപ്പിംഗ് ബൈ ദ വുഡ്സ് ഓൺ എ സ്നോയി ഈവനിങ്. ആർക്കറിയാന്ന്? പറ. The woods are lovely, dark and deep, but I have promises to keep and miles to go before I sleep, and miles to go before I sleep. Very good. Okay, the woods are lovely, dark and deep, but I have promises to keep and miles to go before I sleep, and miles to go before I sleep. സെൽഫ് കൺട്രോളിനെ കുറിച്ച് നമുക്ക് മനോഹരമായിട്ട് പറഞ്ഞു തരുന്ന ഈ കൺക്ലൂഡിങ് ലൈൻ എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. നമ്മൾ കണ്ടുമുട്ടുന്ന ഈ ലോകത്തിലെ നശ്വരമായ സന്തോഷങ്ങളൊക്കെ നമുക്ക് ഇഷ്ടംപോലെ സന്തോഷം പകർന്നു നൽകുന്നതാണ്. പക്ഷെ അതൊന്നും നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കുന്നതായിരിക്കരുത്. നമ്മളെ സൃഷ്ടിച്ച് ഈ ലോകത്തിലേക്ക് പറഞ്ഞു വിട്ട ദൈവത്തിന് നമ്മളെക്കുറിച്ചൊരു വലിയ പദ്ധതിയുണ്ട്. ആ പദ്ധതി പൂർത്തീകരിച്ചിട്ട് വേണം ഈ ലോകത്തിൽ നിന്ന് നമ്മൾ നിത്യതയിലേക്ക് പറന്നു വരാൻ. അതുകൊണ്ട് എപ്പോഴും ഈ ലൈൻസ് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കട്ടെ. പത്രോസ് എഴുതിയ 1-ാം ലേഖനത്തിൽ 5-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്: നിങ്ങളുടെ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചുകൊണ്ട് ചുറ്റിക്കറങ്ങി നടക്കുന്നു. എങ്ങനെ നടക്കണു? ആരെ പോലെ? അലറുന്ന സിംഹത്തെ പോലെ. പോണോ എൻ്റെ വായിലേക്ക്? എൻ്റെ വായിലെങ്ങാനും പെട്ടുപോയാ കടിച്ച് കീറി ഈ മനോഹരമായ ഷേപ്പൊക്കെ എന്തായി തീരും? മേക്കോന്നിരിക്കും. അതുകൊണ്ട് ചെകുത്താൻ ഭയങ്കര കണ്ണിങ്ങാണ്. സൂക്ഷിച്ചില്ലെങ്കിൽ ഏത് സമയമാണ് നമ്മുടെ മേൽ ചാടി വീഴുന്നതെന്ന് അറിയില്ല. അവന് പിടികൊടുക്കണോ? അവന് പിടികൊടുക്കാതിരിക്കണമെങ്കിൽ നമ്മൾ ആദ്യമായിട്ട് പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു പുണ്യമാണ് സെൽഫ് കൺട്രോൾ. നമ്മൾ മറ്റൊരു അമ്മു ആകാൻ പാടില്ല. നമ്മൾ നമ്മളെ തന്നെ നിയന്ത്രിച്ച് ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ട കുഞ്ഞുങ്ങളായി തീരണം. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 52-ാമത്തെ തിരുവചനം: ഈശോ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വരാനുള്ളവരാണ് നമ്മൾ. നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളുടെ സ്വപ്നങ്ങളാണോ ഇരിക്കുന്ന ഓരോരുത്തരും? അവർക്ക് നമ്മളെക്കുറിച്ച് ഓരോ സ്വപ്നങ്ങളുണ്ട്. ആ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ആഞ്ഞു പരിശ്രമിക്കണം. നാളത്തെ ഭാവി വാഗ്ദാനങ്ങളായിട്ട് തീരണം. അപ്പോൾ ഈശോയോട് എന്നും നമ്മൾ പ്രാർത്ഥിക്കണം. പ്രഭാഷകൻ്റെ പുസ്തകം 23-ാമത്തെ അധ്യായത്തിൽ ആത്മനിയന്ത്രണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു മനോഹരമായ പ്രാർത്ഥനയുണ്ട്. ആരെങ്കിലും ഇന്ന് വരെ വായിച്ചിട്ടുണ്ടോ? പ്രഭാഷകൻ്റെ പുസ്തകം 23-ാമത്തെ അധ്യായം 1 മുതലുള്ള തിരുവചനം. ഇന്ന് തന്നെ വീട്ടിൽ പോയിട്ട് ആ പ്രാർത്ഥന എടുത്ത് എന്നും നമ്മൾ കാണുന്നോട് നമ്മുടെ റൂമിൽ എഴുതി ഒട്ടിച്ച് വെക്കണം. അപ്പോൾ അറിയാതെ തന്നെ സെൽഫ് കൺട്രോൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങും. നമ്മൾ ജീവിതത്തിൻ്റെ വിജയങ്ങൾ പതുക്കെ പതുക്കെ ചവിട്ടി കയറാൻ തുടങ്ങും. അങ്ങനെ ഈശോയ്ക്ക് വേണ്ടി അടിച്ചു പൊളിച്ച് ജീവിക്കുന്ന ജീവിതം എന്നൊക്കെ പറയില്ലേ, കർത്താവിന് വേണ്ടി ജ്വലിക്കുന്ന ജീവിതങ്ങളായി തീരാൻ നമുക്ക് ഒരു ആക്ഷൻ സോങ് പഠിച്ചാലോ? ഒരു തീഷ്ണതയില്ലേ? പഠിക്കാൻ തോന്നുന്നുണ്ട്. അപ്പം എല്ലാവരും റെഡിയാണോ? അതെ. ഓക്കെ, എല്ലാം നല്ലതിനായി എന്നുള്ളൊരു ആക്ഷൻ സോങ് ആണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത്. എല്ലാം നല്ലതിനായി. പ്രിയ കൂട്ടുകാരെ, സ്വർഗത്തിലെ നവവൃന്ദ മാലാഖമാരോടൊപ്പം ആടിയും പാടിയും ഈശോയെ നമുക്ക് സ്തുതിച്ച് ആരാധിച്ചാലോ?
എല്ലാം നല്ലതിനായി നമുക്കെല്ലാം നല്ലതിനായി ദൈവം ലോകത്തിൽ നൽകിയ ദാനങ്ങളെല്ലാം നല്ലതിനായി എല്ലാം നല്ലതിനായി നമുക്കെല്ലാം നല്ലതിനായി ദൈവം ലോകത്തിൽ നൽകിയ ദാനങ്ങളെല്ലാം നല്ലതിനായി മാതാപിതാക്കളെ മാനിച്ചിടണം ഗുരുതരവരെയും സോദരയെല്ലാം സ്നേഹിച്ചിടണം യേശുവിൻ കൽപ്പന പോൽ അത് നമ്മെ പോലെ തന്നെ കൂട്ടുകാരൊത്തുന്ന കൂടിയിടുമ്പോൾ എല്ലാം ആഘോഷമായിടുമ്പോൾ മദ്യമയക്കുമരുന്നു പുകയില ദൂരയകറ്റിടണം നമ്മുടെ നാട്ടിനകറ്റിടണം ക്രിക്കറ്റും ഫുട്ബോളും ഷട്ടിലുമെല്ലാം നന്നായി കളിച്ചിടണം പഠനത്തിൽ നമ്മൾ പിന്നോട്ട് പോയാൽ എല്ലാം നശിച്ചിടുമേ നമ്മുടെ ഭാവി തകർന്നിടുമേ ഫേസ്ബുക്കും യൂട്യൂബും സെൽഫിയും നമ്മെ അന്തരായി മാറ്റരുതേ വാട്സപ്പിൽ അങ്ങനെ നോക്കിയിരുന്ന് ആപ്പിലായി പോകരുതേ ചുമ്മാ ആപ്പിലായി പോകരുതേ പ്രാർത്ഥിച്ചിടണം പള്ളിയിൽ പോകണം ഈശോയിൽ ഉള്ളിൽ വേണം ആത്മാവിൽ ദാനങ്ങൾ സ്വീകരിച്ചിടാൻ നന്നായി ഒരുങ്ങിടണം നമ്മൾ നിത്യം ഒരുങ്ങിടണം എല്ലാം നല്ലതിനായി നമുക്കെല്ലാം നല്ലതിനായി ദൈവം ലോകത്തിൽ നൽകിയ ദാനങ്ങളെല്ലാം നല്ലതിനായി പ്രിയ കൂട്ടുകാരെ, ജീവിത വിജയത്തിന് ആത്മനിയന്ത്രണം എത്രമാത്രം പ്രാധാന്യമുള്ളതാണെന്ന് സിസ്റ്റിന് ക്ലാസ്സിലൂടെ എല്ലാവർക്കും മനസ്സിലായില്ലേ? പരിശുദ്ധാത്മാവിൻ്റെ ഫലമായ ആത്മനിയന്ത്രണം നമ്മുടെ ജീവിതത്തിൽ നിറയുന്നതിന് വേണ്ടി പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ജീസസ് സേവ് യു, ജീസസ് സേവ് us, ജീസസ് സേവ് യു, ജീസസ് സേവ് us. هلا